എല്ലാം നടക്കുന്നത് ഒരു മുൻ സ്റ്റേജിലാണ്. നമ്മൾ അതിനെപ്പറ്റി മാത്രമാണ് അവെയർ ആയിരിക്കുന്നത്. അവിടെ നടക്കുന്ന പോക്കുവരവുകൾ, അവിടെ നടക്കുന്ന അടിപിടികൾ, അവിടെ നടക്കുന്ന എന്താ പറയുക കൂട്ടുകൾ ഒക്കെ നമ്മളിങ്ങനെ അതിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതിന് പുറകിലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് വളരെ വിശാലാണ്. അതിനെ മൗനം എന്ന് വിളിക്കാം, അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ആ മൗനത്തിൻ്റെ ആ ഇടത്തിലാണ് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ജീവിത നാടകത്തിൻ്റെ പുറകിലുണ്ടല്ലോ, അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്തോ, അതിനെപ്പറ്റി നമ്മൾ അവെയറേ അല്ലാണ്ടിരിക്കുമ്പം നമ്മൾ അതിൽ വല്ലാതെ പെട്ടുപോകും. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂവ്മെൻറ്റുകളിൽ നമ്മൾ ചെതറിപ്പോകും അല്ലേ? നമ്മൾ അത്രയ്ക്ക് ചെതറിപ്പോകും. അത് നമ്മളെ ഇപ്പം തന്നെ നമ്മൾ നോക്കൂ, സിറ്റിയിലേക്ക് എറണാകുളത്തേക്ക് തന്നെ വന്നു കഴിയുമ്പം എപ്പോഴും ആ നോയ്സാണ് നമ്മുടെ ഉള്ളിൽ ചുറ്റുപാടുള്ളത്. മനുഷ്യനായിരിക്കുമ്പോൾ നമുക്കൊരു അവകാശമുണ്ട്, നമ്മുടെ മൗനത്തിനുള്ള അവകാശം നമുക്കുണ്ട്. അതുപോലും നമുക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് ഇപ്പം. ഈ പാട്ടുകൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്, അങ്ങനെ ഒന്നുണ്ട്, ഓർത്ത് നോക്കുക. അത് തൊട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയുക, ഇത് ഉണ്ടായിരുന്നു, ഇതില്ലാതെ ഞാൻ ഇത്രയും ദാഹിച്ച് വലഞ്ഞോണ്ടിരുന്നത്. സ്വയം നിഷേധിക്കരുതെന്ന് ഈ പാട്ടുകൾ ഓർമ്മിപ്പിക്കുന്നു.